ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സേവന സംഘടനയുടെ കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് ഒരു പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഹരിവരാസനം എന്ന അയ്യപ്പന്റെ ഉറക്കുപാട്ട് 1923 ആ കാലഘട്ടത്തിൽ സംസ്കൃത പണ്ഡിതയും അമ്പലപ്പുഴ പുറക്കോട്ട് കോന്നത്ത് തറവാട്ടിൽ ജാനകിയമ്മ എന്ന അയ്യപ്പ ഭക്ത എഴുതി തന്റെ പിതാവും ശബരിമലയിൽ സന്നിധിയിലെ മേൽശാന്തിയുമായിരുന്ന ആരാധ്യനായ അനന്തകൃഷ്ണ അയ്യർ എന്ന തിരുമേനിയുടെ വശം അത് സമർപ്പിക്കുകയുണ്ടായി. നമ്മളിന്ന് അയ്യപ്പന്റെ ഉറക്കുപാട്ടായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഈ മഹാകീർത്തനം എഴുതിയ ആ അമ്മയുടെ ലോകപ്രശസ്തമായ ഈ ഉറക്കുപാട്ട് എഴുതിയ ആ അമ്മയുടെ ഈ രചിച്ച അയ്യപ്പ ഭക്തയുടെ സ്മരണാർത്ഥം 2017 ദേശീയ തലത്തിൽ രൂപം കൊണ്ട ഈ ഒരു ട്രസ്റ്റ് ഇന്ന് പ്രകൃതി സഹജീവി മനുഷ്യൻ എന്ന ആ ഒരു ആപ്തവാക്യത്തിൽ ഊന്നി ഇന്ന് ഇവിടെ പ്രവർത്തനം അതിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ ദീപപ്രോജ്വലനം നടത്തി ഉദ്ഘാടനവും ആ സമയത്ത് നിർവഹിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത കർത്തവ്യത്തിലേക്ക് കടക്കുവാൻ വേണ്ടി ഏവരെയും ക്ഷണിക്കുകയാണ് ഉദ്ഘാടന സഭ. ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നതിനായി കുമാരി മാളവിക യാകുന്ദേന്ദു തുഷാര ഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ या ब्रह्माच्युत शंकरा प्रभृतिर्देवैः सदा वन्दिता सा मां पातु सरस्वती भगवती निःशेषचाढ्यापहा. ഭദ്രദീപം തെളിയിക്കുന്നതിനായി ശ്രീ ആർ ദിവാകരൻ അവർക്ക്
ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യം പൂജ അവരുടെ ക്ഷണിക്കുന്നു. ഹരിവരാസൻ ട്രസ്റ്റിൻ്റെ ജില്ലാ ഓഫീസിൻ്റെ ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയാണ്. പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി ശ്രീ സുബ്രഹ്മണ്യം പറ്റി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യം പറ്റി അവர்களാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഓഫീസിൻ്റെ നാട മുറിച്ച് അടുത്തതായി സ്വാഗതം ആശംസിക്കാനായി ശ്രീമതി ഉഷ കൊട്ടാരക്കര റീജിയണൽ ഡയറക്ടർ അവർക്ക് ക്ഷണിച്ചു. സ്വാഗതം പറയുന്നത് സ്വാമി ശരണം. എല്ലാവർക്കും നമസ്തേ. ഞാൻ അധികം സമയം എടുക്കുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ സമയക്കുറവാണ്. അതുകൊണ്ട് പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് നമ്മുടെ ഗണപതി ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് മാത്രം കടക്കുകയാണ്. എനിക്ക് ആദ്യമായി സ്വാഗതം പറയാനുള്ളത് നമ്മുടെ ഗിരിജ രമേശ് ചേച്ചിയാണ്. കാരണം ചേച്ചിയാണ് നമുക്ക് ഈ ബിൽഡിംഗ് തന്നതും ഓഫീസ് തന്നതും എല്ലാം ചേച്ചിയുടെ ഒരു അതായത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാനൊരു ഓഫീസ് ചോദിച്ചപ്പോഴേ ചേച്ചി വാടകയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ചേച്ചി എന്നോട് പറഞ്ഞൊരു വാക്ക്, പക്ഷെ താഴെ ഒരു കെട്ടിടം ഉണ്ട്, 5000 രൂപയാണ്. ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കിപ്പോ നമുക്കത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നാ നമ്മുടെ വീടിന്റെ മേൽഭാഗം നിങ്ങൾക്ക് ഞാൻ അത് നിങ്ങൾക്ക് വാടകയ്ക്കല്ല ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. എനിക്ക് ഗിരിജ രമേശ് ചേച്ചി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ അധ്യക്ഷൻ ഗണപതി ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് ശിവപ്രസാദ് ഏട്ടന് ഈ യോഗത്തിലേക്കും ട്രസ്റ്റിന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടനം നടത്തിയ പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്ര മുൻ മേൽശാന്തി സുബ്രഹ്മണ്യ തിരുമേനി ഈ യോഗത്തിലേക്കും ഈ ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഭദ്രദീപം തെളിച്ച നമ്മുടെ ദിവാര സാറ് പുല്ലൂർ ജില്ലാ സംഘചാലകാണ്. സാറിനെ ഈ യോഗത്തിലേക്ക് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ആധ്യാത്മിക പ്രഭാഷണം നടത്താന്ന് പറഞ്ഞ നമ്മുടെ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്ര സാറാണ്. എത്തിയിട്ടില്ല, എങ്കിലും സാറിനും ഈ യോഗത്തിലേക്ക് ഞാൻ എത്തി.
സതീശൻ സാറിന് ഈ ഹരിവരാസൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ആണോ? മുഖ്യപ്രഭാഷണം നടത്താനുള്ള നമ്മുടെ ജില്ലാ അധ്യക്ഷ രാജിപ്രസാദാണ്. പുള്ളിക്കാരത്തി എത്തിയിട്ടില്ല. പുള്ളിക്കാരത്തിയുടെ പേരിൽ ഞാൻ ട്രസ്റ്റിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന സ്വാമി ദയാനന്ദ സരസ്വതി ചടയമംഗലം ആശ്രമത്തിലെ സ്വാമിജിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പക്ഷിത്താന കിറ്റ് ചികിത്സാ സഹായം നൽകുന്ന പ്രസന്നയിലെ വാർഡ് കൗൺസിലറാണ്. എത്തിയിട്ടില്ല. പ്രസന്നയിലെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കോളർഷിപ്പ് വിതരണം നടത്തുന്ന നമ്മുടെ ട്രസ്റ്റ് ചെയർമാനാണ്. ചെയർമാനെ മോഹൻകുമാർ സാറിനെ ഈ യോഗത്തിലേക്ക് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എല്ലാം സ്വാഗതം ആശംസിക്കുന്നു. ആശംസ അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള നമ്മുടെ BJP മണ്ഡലം സെക്രട്ടറി പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കരെ ഈ യോഗത്തിന്റെ പേരിലും ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാമചന്ദ്രൻപിള്ള സാറിന്റെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്ന നമ്മുടെ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ അജിത മോഹനൻ നായർ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ മാതൃസമിതി സെക്രട്ടറി ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് മാതൃസമിതി സെക്രട്ടറി മിനി ഗോവനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ദീർഘിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 11:30 ഈ യോഗം അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഈ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. ബഹുമാന്യരെ, ഇവിടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ചടയമംഗലം ജ്ഞാനന്ദാശ്രമം അതിന്റെ സന്യാസി വര്യൻ സ്വാമി ദയാനന്ദ സരസ്വതി അവരുടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹ പ്രഭാഷണം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദരണീയനായ അധ്യക്ഷാവർഗളെ, സമാദരണീയരായ വേദിയിലെ വിശിഷ്ട അതിഥികളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള അമ്മമാരെ, സഹോദരന്മാരെ, ഏവർക്കും ഭഗവത് സ്മരണയോടെ നമസ്കാരം. ഹരിവരാസനം എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അതായത് പ്രവർത്തനം ആരംഭിക്കുന്നതേ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സഹോദരി ഉഷ
വിളിച്ചിട്ട് ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അതിന്റെ പ്രവർത്തന ശൈലി എന്നതൊക്കെയാണ് എന്ന് പറഞ്ഞു. പേര് അരിവരാസനം, അതിന്റെ മഹത്വം ഇവിടെ അധ്യക്ഷൻ പറയേണ്ടായി. ഭഗവാൻ ധർമ്മശാസ്താവിനെ സ്മരിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പൂർണ്ണമായിട്ടും സേവന പ്രവർത്തനങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, അന്നവസ്ത്രാദി ചികിത്സാ സൗകര്യങ്ങൾ മുഴുവനും ഭഗവാന്റെ പേരിൽ നൽകപ്പെടും. അപ്പൊ ഇത് തന്നെയാണ് സേവനം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം രണ്ട് തരത്തിലുള്ള ഗുണങ്ങള് ഒരു കർമ്മത്തെ സംബന്ധിച്ച് പറയപ്പെടും. ഒന്ന് മുഖ്യമായ ഫലം, മറ്റൊന്ന് ഗൗണമായിട്ടുള്ള ഫലം. മുഖ്യമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്നതാണ്. ഒരു രോഗി എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ട്രസ്റ്റിന്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിൽ ട്രസ്റ്റിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് മുഖ്യമായിട്ടുള്ളത്. രണ്ടാമത്തത് ഗൗണ ഫലം എന്ന് പറയും. അതായത് ഈ ചെയ്യുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം, അതാണ് പ്രധാനമായിട്ടുള്ളത് എന്ന് പറയാം. ചെയ്യുന്ന ആൾക്ക് എന്ത് പ്രയോജനം, അതിന്റെ ഫലം അനുഭവിക്കുന്ന ആൾക്കുള്ള പ്രയോജനം എന്ത്, ഇത് രണ്ടും വേർതിരിച്ചറിയണം. ചെയ്യുന്ന ആളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും സേവനമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സേവനം ചെയ്യുന്നത്? ഇതൊരു ഈശ്വരീയമായ കർമ്മമാണ്. ഇതിലൂടെ ധർമ്മശാസ്താവിനെയാണ് സേവിക്കുന്നത്. സേവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉള്ളിലാക്കുക എന്നാണ് അർത്ഥം. ഭഗവാനെ ഉള്ളിൽ സ്മരിക്കുന്നു, ഭഗവാനെ ഉള്ളിലാക്കുന്നു. നമ്മൾ സാധാരണ ഭഗവത് സേവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവതിയെ ഉള്ളിലാക്കുക എന്ന് തന്നെയാണ്. ഇതിന്റെ മറ്റൊരു രീതിയിൽ പറയപ്പെടുന്ന ഒരു കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. മത്സ്യം തൊട്ടുകൂട്ടുക എന്നൊരു ശൈലി. എങ്ങനെയാ ശൈലി വന്നത്? ഭക്തനായിട്ടുള്ള ഭട്ടതിരിപ്പാടിന് വാതരോഗം വന്നപ്പോ സമകാലീനനായിട്ടുള്ള ഒരു വൈദ്യര്, എഴുത്തച്ഛൻ, രണ്ടുപേരും വേദാന്തികളാണ്. പാരമാർത്ഥിക തലത്തിൽ വേദാന്തത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അദ്ദേഹത്തിന് നേരിട്ട് വൈദ്യരെ ചെന്ന് കാണാൻ പറ്റാത്തോണ്ട് ഒരു കാര്യസ്ഥനെ ഏൽപ്പിച്ചു. കാര്യസ്ഥൻ അവിടെ ചെന്ന് നേരിട്ട് പറയുകയും ചെയ്തു, അസുഖം ആർക്കാ? അസുഖം ഭട്ടതിരിപ്പാടിനാണ്. ഭട്ടതിരിപ്പാടിനാണെങ്കിൽ മത്സ്യം തൊട്ട് കൂട്ടിക്കോളാൻ പറയൂ എന്ന് പറഞ്ഞു. അതിന്റെ പൊരുൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഭട്ടതിരിപ്പാടിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഭട്ടതിരിപ്പാട് അത് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അദ്ദേഹത്തിനെ മനസ്സിലാക്കിക്കുകയും ചെയ്തു. മത്സ്യം തൊട്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ ദശാവതാരത്തിൽ ആദ്യമായിട്ട് എണ്ണി പറയുന്നത് മത്സ്യാവതാരാണ്. മത്സ്യകൂർമ്മ വരാഹ നൃസിംഹം. ഇത് ഉള്ളിൽ തൊട്ടുകൂട്ടുക എന്ന് പറഞ്ഞാൽ ഉള്ളിലാക്കുക എന്നർത്ഥം. അതാണ് ശരിയായ സേവനം. ഭഗവാനെ സേവിക്കുന്നു. മത്സ്യം മുതൽക്കുള്ള ദശരൂപങ്ങൾ, അത് ഭാഗവതത്തിലെ പ്രധാനമായ കഥകൾ സ്മരിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാടിന്റെ വേദന അനുഭവിക്കുന്നൊരു രംഗം എത്തുമ്പോൾ ആ കഥയുടെ മർമ്മം തന്റെ വേദനയായിട്ട് കാണുകയും ഈ വേദനയിൽ നിന്ന് മുക്തി ഉണ്ടാവണേ എന്ന് അപേക്ഷിക്കുന്നതുമായിട്ടാണ് കഥകൾ അവസാനിക്കുന്നത്. എന്തായാലും ഭട്ടതിരിപ്പാട് ഈ ദശാവതാരങ്ങളെ പ്രകീർത്തിച്ച് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ അസുഖം മാറിക്കഴിഞ്ഞു. അപ്പൊ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിലാക്കുക എന്നുള്ളതാണ് അർത്ഥം. എനിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ കാണുന്നു, അല്ലെങ്കിൽ വൈദ്യരെ കാണുന്നു. ഡോക്ടർ നൽകുന്നതായ ഗുളിക അല്ലെങ്കിൽ മരുന്ന് അത് ഞാൻ തന്നെ സേവിച്ചെങ്കിലേ എന്റെ അസുഖം മാറുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ സേവിക്കുന്നത് എന്തിനു വേണ്ടി? അവനവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ഇത്
ആത്മനോ മോക്ഷാർത്ഥം ജഗത്ത് ഹിതായ ച. അതിങ്ങനെ സാമൂഹ്യ രംഗത്തേക്ക് വരുമ്പോ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായിട്ട് വ്യക്തികള് നന്നായി വരണം. അതാണ് ഒന്നാമത്തെ കാര്യം. ചെയ്യുന്നയാള് നന്നായി വരണം. അതിന്റെ ഗൗണമായിട്ടുള്ള കാര്യമാണ് മറ്റുള്ള ആൾക്കാർക്ക് ലഭിക്കുന്നത്. അതായത് ഒരു രോഗിക്ക് ഒരു ഊന്നുവടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രക്ചർ കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നു. പക്ഷെ അതിനേക്കാൾ പരമമായ മുഖ്യമായിട്ടുള്ള കാര്യം ചെയ്യുന്നത് ആരാണോ അയാൾക്ക് ആന്തരിക ശോധനയുണ്ടാകുന്നു. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു. ഹൃദയത്തിലാണ് ഈശ്വരനെ ഇരുത്തുന്നത്. അല്ലാതെ മരുന്ന് കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അത് ആമാശയത്തിലേക്കാണ് പോകുന്നത്. ഈശ്വരനെ സേവിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയ തലത്തിലേക്കാണ് പോകുന്നത്. ഹൃദയം ശുദ്ധീകരിക്കുമ്പോഴാണ് ആത്മസ്വരൂപം ഹൃദയത്തിലിരിക്കുന്നത്. അപ്പൊ ഈ സേവനത്തിന്റെ പ്രയോജനം ഓരോരുത്തരും ഈ തരത്തില് ഹൃദയം നിർമ്മലമാക്കി തീർക്കുക. ഹൃദയം നിർമ്മലത കൈവരണം. നമ്മൾ പരിചയമുള്ള വാക്കാണ് നിർമാല്യം തൊഴുക. എന്താണ് നിർമാല്യം തൊഴുക എന്നതിന്റെ ഉദ്ദേശം? തലേ ദിവസം അത്താഴ പൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതിന് മുമ്പിട്ട് ചാർത്തിയതായ ചാർത്തുകള്, ഉടയാടകള്, മാലകള്, അർച്ചന ചെയ്ത പുഷ്പങ്ങളൊക്കെയും വാടിക്കഴിഞ്ഞു. അത് പിറ്റേന്ന് രാവിലെ ഒരു അല്പസമയം ക്ഷേത്രത്തിന്റെ നട തുറന്ന് ദീപം തെളിയിച്ച് ഉടനെ ശാന്തിക്കാരൻ ചെയ്യുന്നത് ഇന്നലത്തെ ആടയും അതുപോലെ മാലയും ഇതൊക്കെ അങ്ങ് വാരുകയാണ്. കാരണം അതൊക്കെ അഴുക്കായി മാറി, അത് മലമായി തീർന്നു. ആ അത് മറ്റൊരു രീതി പറഞ്ഞാൽ നഗ്നമായ സത്യം എന്ന് പറയും. ഭഗവാനെ നിർമ്മല രൂപം നഗ്നമായ സത്യമാണ്. നഗ്നമായ സത്യം പ്രചാരത്തിലുള്ള ഒരു വാക്കാണ്. അതിന്റെ പിന്നിൽ ഒരു കഥാഗോളമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഒരു സത്യവും അസത്യവും തമ്മിൽ ചങ്ങാത്തത്തിലായിരുന്നു. അവരൊരുമിച്ച് യാത്ര പോകുന്നു. ഈ സത്യം മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ സത്യത്തെ സ്വീകരിക്കുന്നു, ആദരിക്കുന്നു. അപ്പൊ ഇത് കാണുമ്പോ അസത്യത്തിന് ഒരു വല്ലാത്ത ഈർഷയുണ്ട്. സത്യത്തിന്റെ വേഷവും അസത്യത്തിന്റെ വേഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു ജലാശയത്തിലെത്തിയപ്പം നമുക്കിവിടെ ഒന്ന് കുളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുളിക്കാൻ തീരുമാനിച്ചു. രണ്ടുപേരും അവരവരുടെ വസ്ത്രം ഊരി കരക്കി മാറ്റിവെച്ചു. രണ്ടുപേരും വെള്ളത്തിലിറങ്ങി മുങ്ങി കയറുന്ന സമയത്ത് അസത്യമാണ് ആദ്യമായിട്ട് മുങ്ങി തോർത്തി കരക്കി കയറി വരുന്നത്. എന്നിട്ട് അദ്ദേഹം സത്യത്തിന്റെ വസ്ത്രം ധരിച്ച് യാത്രയായി. സത്യം സാവകാശം കുളിച്ച് തോർത്തി നോക്കുമ്പം സത്യത്തിന്റെ വസ്ത്രം കാണുന്നില്ല, അസത്യത്തിന്റെ വസ്ത്രം അവിടെ ഉണ്ടാകും. അപ്പൊ സത്യം വിചാരിച്ചു, ഞാൻ ഈ അസത്യത്തിന്റെ വസ്ത്രം ധരിച്ചു പോയാൽ ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കില്ലേ അസത്യം വരുന്നു എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് വസ്ത്രം വേണ്ട എന്ന് വിചാരിച്ചിട്ട് സത്യം നേരെ നഗ്നനായിട്ട് നടന്നു. ആദ്യം സത്യത്തിന്റെ വേഷം ധരിച്ച് വരുന്നത് കണ്ടപ്പോൾ ജനങ്ങൾ സത്യത്തെ എന്ന നിലയ്ക്ക് അസത്യത്തെ തൊഴുതു. പിന്നീട് ആ സത്യം നഗ്നനായി വരുന്നു. അങ്ങനെ അബദ്ധം പറ്റിയ ജനങ്ങൾ പരസ്പരം വിളിച്ചു പറയാൻ തുടങ്ങി, ഇതേ നഗ്നനായ സത്യം ഇതാ വരുന്നു, നഗ്നമായ സത്യം ഇതാ വരുന്നു. അങ്ങനെ ആ വാക്കുണ്ടായത്, നഗ്നമായ സത്യം. അപ്പൊ ഇവിടെ നിർമാല്യം തൊഴുക എന്ന് പറയുന്നത് ആ ഭഗവാന്റെ മാലിന്യങ്ങളൊക്കെ നീങ്ങിയതിനു ശേഷമുള്ള നിർമ്മല ഭാവത്തെ തൊഴുന്നതാണ്. അതായത് സുഷുപ്തിയിൽ നിന്ന് ഭഗവാൻ, സമാധി അവസ്ഥയിൽ നിന്ന് ഭഗവാൻ ഈ ജാഗ്രതാവസ്ഥയിലേക്ക് ഉണർന്നിരിക്കുന്നു. ഇതാണ് അതിന്റെ പിന്നിലുള്ള സങ്കല്പം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സേവനത്തിന്റെ പ്രയോജനം ഈ ഭഗവാനെ ഉള്ളിലാവണമെങ്കിൽ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം ഹൃദയമാണ്. ഹൃദയം ശുദ്ധമാവണം, മനസ്സ് ശുദ്ധമാവണം, മനസ്സിനെ സംസ്കരിക്കണം. മനസ്സിനെ സംസ്കരിക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മനസ്സില്ലാതാവുക. മനസ്സില്ലാതാവുന്ന പ്രക്രിയക്കാണ് മനോഹരം എന്ന് പറയുന്നത്. മനോഹരമായി തീർന്നത് എപ്പോഴാണ്? സത്യത്തെ നേരിട്ട് കാണാൻ കഴിയുമ്പോൾ. സത്യത്തിലേക്ക് മനസ്സ് ചെന്നെത്തുമ്പം മനസ്സങ്ങില്ലാതാവും. അതിനാണ് മനോഹരം എന്ന് പറയുന്നത്. സത്യം ശിവം സുന്ദരം എന്നുള്ള മൂന്നല്ല 9 പദങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് സത്യം ശിവം സുന്ദരം. ഈ സുന്ദരം എന്ന് പറയുന്ന ആത്മസ്വരൂപത്തിന്റെ മറ്റൊരു പര്യായ വാക്കാണ്. നമ്മളൊരു 2-3 ആൾക്കാർ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ ഒരു വീട്ടിന്റെ മുറ്റത്ത് ഒരു പൂന്തോട്ടം കാണുന്നു. ആ പൂന്തോട്ടം